പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകമെമ്പാടും ഈയൊരു ശുശ്രൂഷ, ഈ വിടുതൽ ശുശ്രൂഷയിലായിരിക്കുന്ന ഇതിൽ സംബന്ധിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച് ജീവിതമെല്ലാം മാറ്റിവെച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഈ ഒരു നല്ല നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മളുടെ വിചിന്തന വിഷയം ഹൊറേബ് മലയിൽ ചരിത്രത്തിലാദ്യമായി ദൈവം മോശയുമായിട്ട്, ഒരു മനുഷ്യനുമായിട്ട് നേരിട്ട് സംവാദത്തിലും കരുതലിൻ്റെ ആ ചിറകുപിരിയുന്ന അനുഭവമാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യമുള്ള ഈശോയെ, ദിവ്യകാരുണ്യനാഥ, മനുഷ്യൻ്റെ ഏകാന്തതയിലും അവൻ്റെ തകർച്ചയിലും നീ കൂടെയുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മുൾപ്പടർപ്പിൽ കത്തിയെരിയുന്ന അദ്വീപ്യമായ സാന്നിധ്യത്തിൽ മനുഷ്യചരിത്രത്തിലേക്ക് നീ ആരെന്ന് വെളിപ്പെടുത്തി കൊടുത്തുവല്ലോ. മനുഷ്യനെ അത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന ഈ ഒരു സത്യം ആഴമായ വിധത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ തകർച്ചയിലും ഉയർച്ചയിലും ഞങ്ങളുടെ ദുഃഖങ്ങളിലും ഏകാന്തതയിലും മുൾപ്പടർപ്പിൽ കത്തിയെരിയുന്ന ആ ഒരു സാന്നിധ്യത്തിൽ നീ വെളിപ്പെടുത്തി കൊടുത്തുവല്ലോ. മുൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും ചാമ്പലായി തീരുന്നില്ല എന്നുള്ള സത്യം ഇത് മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആരാധനയിൽ ജീവിതം സമർപ്പിച്ചിരിക്കുന്ന, നിരന്തരമായി അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ഈ തിരു സാന്നിധ്യത്തിൽ തകർന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും കത്തുന്ന ദൈവിക സാന്നിധ്യത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവിക പരമചൈതന്യം നിരന്തരം ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ള സത്യവും കൂടെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൊറേബ് മലയിലെ കത്തുന്ന ജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മോശ എന്ന് പറയുന്ന ആട്ടിടയന്. അതിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത്, നമ്മൾ ആ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു സത്യം, അലയുന്ന ആട്ടിടയൻ്റെ തകർന്ന ജീവിതത്തിലേക്ക് മുൾപ്പടർപ്പിൽ ഒടുക്കിക്കിടന്ന് മുറിവേറ്റ ഒരു ആടിനെ തിരക്കി അന്വേഷിച്ചു പോകുന്ന മോശയുടെ ജീവിതത്തിലേക്ക് ദൈവം കത്തുന്ന ജ്വാലയായി ഇറങ്ങി വന്ന് ആ ജീവിതത്തിൻ്റെ തകർച്ചയിലും ആ ജീവിതത്തിൻ്റെ ഉയർച്ചയിലും വീഴ്ചയിലും ദൈവം ഇടപെട്ട് മനുഷ്യൻ കണ്ട ഏറ്റവും വലിയ ചരിത്രത്തിലെ നായകനായി അദ്ദേഹത്തെ ഉയർത്തുകയാണ്. ഫറവോയുടെ കൊട്ടാരത്തിൽ ഒരു ഈജിപ്തുകാരനെ കൊന്നതിന് ശേഷം ഒളിച്ചോടി ഏകാന്തതയിൽ ആടിനെ മേയിച്ചു കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും ആകുലതകളും ഒറ്റപ്പെടലുകളും ഏകാന്തതയും കണ്ട് തിരിച്ചറിഞ്ഞ ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജ്വാലയായി ജ്വലിക്കുന്ന അനുഭവമായി ഇറങ്ങുന്ന ഈ ചിത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മറ്റൊരു തരത്തിലുള്ളൊരു പാകുതയുമാണ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സന്ദേശമെന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ രഹസ്യമായി ചെയ്യുന്നതെന്തും ദൈവം കാണുന്നു. കണ്ണു തുറന്നിരിക്കുന്ന ഒരു ദൈവിക സത്യമാണ് ഈ പരമചൈതന്യം എന്നുള്ള തിരിച്ചറിവും. പക്ഷേ ഏത് പാപിയെയും ദൈവം ഒരു വേട്ടപ്പട്ടിയെപ്പോലെ കൂടെ നടന്ന് രക്ഷിക്കുമെന്നുള്ള ആ സത്യവും തിരിച്ചറിയേണ്ട ഒരു പൊരുളിവിടെ ഉറങ്ങിക്കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യമായ യാഥാർത്ഥ്യങ്ങളിൽ, ആ ജീവിതത്തിൻ്റെ തരംഗങ്ങളിൽ പൊന്നുതമ്പുരാൻ ഇടപെടും, നമ്മളെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യും. നമ്മുടെ എല്ലാ അവസ്ഥയിലും ജ്വലിക്കുന്ന ദൈവം കൂടെയുണ്ടാകുകയും ചെയ്യും. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തിൽ കരങ്ങൾ ഉയർത്തി നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. നമ്മുടെ എല്ലാ വേദനകളും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും രഹസ്യങ്ങൾ അറിയുന്ന തമ്പുരാൻ ദിവ്യകാരുണ്യത്തിലൂടെ, ആ ദിവ്യകാരുണ്യ കണികളിലൂടെ ഇറങ്ങി വരട്ടെ എന്ന് നമുക്ക് അപേക്ഷിക്കാം. എല്ലാ ബന്ധനങ്ങളുടെയും കെട്ടുകൾ അഴിയണമേ എന്ന്, എല്ലാ രോഗ
പീഡകളിലും കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം നീളണമേ എന്ന്. തകരുന്ന കുടുംബ ബന്ധങ്ങളിലേക്ക് ഐക്യത്തിൻ്റെ നാഥൻ ഇറങ്ങി വരട്ടെ എന്ന്. ഈ അപ്പത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഉദ്ധിതനായ ഈശോ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണു തുറന്ന് ഇരുട്ടിൻ്റെ കട്ട പിടിച്ച് അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഇറങ്ങിയതുപോലെ നമ്മളിലും ഇറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. അത്യുന്നതൻ്റെ ശക്തി ഒഴുകട്ടെ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക്. നിങ്ങളുടെ എല്ലാ തകർച്ചകളിലും അവിടെ ഇറങ്ങി വരട്ടെ. നിരാശയിലേക്ക് കർത്താവിൻ്റെ പ്രത്യാശ ഇറങ്ങട്ടെ. ജീവിക്കുന്നവനായ കർത്താവ് കൃപയായി നിങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യേശുവെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ തിന്മയുടെ ശക്തികളിൽ നിന്നും പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് വലിയ മോചനം നൽകട്ടെ എന്ന് അപേക്ഷിക്കുന്നു. നിത്യമായ ആരാധനയിലൂടെ, അഭിഷേകത്തിലൂടെ, വിടുതലിലൂടെ ആ ഒരു കൃപയൊഴുകുന്ന ഈ ബലിപീഠത്തിൽ നിന്നും നിങ്ങളിലേക്ക്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിലേക്കും, ജീവിതം സമർപ്പിച്ച് ദിവികാരണത്തിന് മുന്നിൽ വിട്ടുകുത്തി നിൽക്കുന്നവരിലേക്കും, കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നവരിലേക്കും കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന. അഭിഷേകത നിറയട്ടെ, അത്യുന്നതൻ്റെ ശക്തി ഒഴുകട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം കൊണ്ടും ഗീവർഗീസിൻ്റെ തിരുശേഷിപ്പിൻ്റെ ധന്യത കൊണ്ടും അനുഗ്രഹീതമായ ദേവാലയത്തിൽ നിത്യമായി നടക്കുന്ന ആരാധനയും ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന ശക്തിയും നിങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചികത വിട്ടുപോകട്ടെ, ദുഷ്ടശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ, നിരാശയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടട്ടെ. എല്ലാ ആകുലതകളും, ഉത്കണ്ഠയും, നിരാശയും, വെറുപ്പും, വിദ്വേഷവും ഈ ദിവികാരുണ്യത്തിൻ്റെ ശക്തി കൊണ്ട് വിടുതൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നിങ്ങൾ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്വർഗം തുറക്കട്ടെ കർത്താവേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ, താണുവണങ്ങിടാ, ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാ, താണുവണങ്ങിടാ, ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ കുർബാനയുടെ അഭിഷേകവും നിങ്ങളിൽ വന്ന് നിറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.